മുച്ചിരിയുടെയൊക്കെ എന്തോ സംസാരം, മുച്ചിരിയുടെ കേസ് എന്തോ ചരണം എന്തോ പറഞ്ഞതിൻ്റെ കേസ് സംസാരമായെന്ന് പറഞ്ഞിട്ട് അത് സംസാരമായെന്ന് പറഞ്ഞിട്ട് അത് ഒരു ടോക്ക് തന്നത് പിന്നെയാണ് അറിയുന്നത്. അത് ട്രിപ്പ് വയ്ക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വന്നിട്ട് പിന്നെ സംസാരിക്കുന്നതിന് നല്ലത് വിചാരിച്ചിട്ടാണ് പിന്നെ ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നത്. സംഭവം അത് വേറെ ഒന്നുമല്ല കേസ്, അത് ഞാൻ ക്ലിയർ ആക്കി തരാം. മുച്ചിരി അന്ന് വി സി ഇരുന്നത് സംസാരിച്ചപ്പോൾ ഞാൻ വി സി ഇരിപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോണതിൻ്റെ തലേ ദിവസമാണ്. എന്ന് വെച്ചാൽ ഞാൻ ട്രിപ്പിന് പോണതിൻ്റെ തലേ ദിവസത്തെ നൈറ്റാണ് ഇത് അവൻ ഇങ്ങനെ പറയുന്ന വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് ഡേ. അപ്പോൾ ഞാൻ വി സിയെ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇത് മറ്റേ പി ഒ വി കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, കൺസേമിൻ്റെ പി ഒ വിമാരെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് കയറിയിട്ട് ജസ്റ്റ് ഇവന്മാരോട് ഡിസ്കോഡിൽ ഒന്ന് കയറിയിരിക്കും എന്തോ കൺസേമെൻ്റ് എന്താ എന്നൊക്കെ കാണാനായിട്ട് കയറിയിട്ടപ്പോഴാണ് സംഭവം നടന്നത്. അന്നേരം മുച്ചിരി പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാനും എന്താണ് സംഭവം എനിക്കും അറിയാം എന്ത് ഇവൻ എന്ത് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാനും അല്ല. ഞാൻ എന്നിട്ട് നേരെ മേളിലത്തെ വിസോട്ട് ട്രാക്ക് ചെയ്തിട്ട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എന്താ സീനെന്ന് ചോദിച്ചു, ഇവനായിട്ട് നിൻ്റെ സീൻ എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് മുച്ചിരി വി പി ഡിയിൽ കളിച്ചെടു കേസ്, ഇവരെ ഇതിൻ്റെ അകത്ത മെമ്പറായിരുന്നു, എന്താ വി പി ഡിയുടെ അകത്ത മെമ്പറായിരുന്നു, മനസ്സിലായില്ലേ. അപ്പം മുച്ചിരിയും ഇവരും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നിട്ട് മുച്ചിരി അവിടെ നിന്ന് വി പി ഡിയിൽ നിന്ന് ഇറങ്ങിയതാണ്. വി പി ഡിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ബെല്ലാരിയിലോട്ട് കയറുന്നത്. അപ്പം ലൈക്ക് കെ വി എ വേഴ്സസ് വി പി ഡി സീൻ നടക്കുന്നത് ലൈക്ക് കെ വി എസ് വി പി ഡിയുടെ ഒരു വാർ നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയാം. അത് ഏത് സെർവറിലായിരുന്നു? അത് എക്സ്ലാൻഡിസിൽ തന്നെയല്ലേ? എക്സ്ലാൻഡിസ് തന്നെയാണ്. അപ്പം അത് നടന്ന സമയത്ത് ലൈക്ക് ഇവർക്ക് ബാൻ ആർക്കാണ്? വി പി ഡിക്ക് ഇത് കിട്ടി, മറ്റേ പെർമനന്റ് ബാൻ അല്ല, അവരെ പ്ലേയേഴ്സിനെ മൊത്തത്തിൽ ഇവിടെ കളിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ കിക്ക് എന്തോ ഒരു സീൻ നടന്നു. കറക്റ്റ് ഓർമ്മയില്ല നിങ്ങൾക്ക്? വി പി ഡിക്ക് ഒരു വാർ എന്തോ വി പി ഡി ജയിച്ച സമയത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി കറക്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുച്ചിരി എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു, എന്താണ് വി പി ഡിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബെല്ലാരി കയറിയ സമയത്ത് എന്തോ വി പി ഡിയിലെ പ്ലേയേഴ്സിനെ എന്തോ ലൈക്ക് അവൻ എന്തോ ബെല്ലാരി ഫയലാണെന്നാണോ ഹാക്കാണെന്നോ എന്തൊക്കെ എങ്ങനെ എന്തോ അമ്മാര് ബെല്ലാരത്ത് എന്തോ പറയുക എന്തൊക്കെ ചെയ്താൽ. അപ്പോൾ അത് ഇവൻ അറിഞ്ഞായിരുന്നു, ആരാണ് ചരണത അറിഞ്ഞായിരുന്നു. അപ്പം അത് വെച്ചിട്ട് അവൻ ജസ്റ്റ് ആ സമയത്ത് മനസ്സിലായില്ലേ, പെട്ടെന്ന് അവൻ ടി വി കയറി കണ്ടപ്പോഴത്തേക്ക് അവൻ റിയാക്ട് ചെയ്തതാണ്. അവൻ്റെ മൈൻഡിൽ ആ ഒരു നെഗറ്റീവ് ഒരു ഫീൽ കിടക്കുമല്ലോ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കേസ് ഇറങ്ങുമ്പോൾ. അത് വെച്ച് അവൻ ജസ്റ്റ് റിയാക്ട് ചെയ്തതാണ്. അല്ലാണ്ട് വേറെ ഒരു ഹേറ്റോ കാര്യമോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണം, മനസ്സിലായി. വേറെ സീനും കാര്യങ്ങളും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് അവരുടെ പേഴ്സണലായിട്ടുള്ള അത് അവരുടെ ഇടയിലുള്ള എന്തോ നേരത്തെയുള്ള എന്തോ പേഴ്സണലായിട്ടുള്ള സംഭവമാണ്. അത് ടി വി എ വേഴ്സസ് അല്ല ടി വി ഡയോസ് അങ്ങനത്തെ ഒരു സംഭവം കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഗ്യാങ് പരമായിട്ടുള്ളതോ അങ്ങനത്തെ സീനോ കാര്യമൊന്നുമല്ല. അത് നേരത്തെ അവർ തമ്മിൽ അവർക്ക് തമ്മിൽ ഇടയിലുള്ള അറിയുന്ന കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടുള്ള ഇത് വെച്ച് അവൻ പറഞ്ഞതാണ്. അല്ലാതെ വേറെ ഇഷ്യൂവും കാര്യമൊന്നുമില്ല കേസ്. അത് ഇങ്ങനെ എന്താ ഒരു ടോക്കൺ നോക്കാനുള്ള ഇഷ്യൂ ഒന്നുമില്ല. ജസ്റ്റ് അത് അവർ തമ്മിൽ തന്നെ എന്തോ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം അവർ തമ്മിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മുച്ചിരിയും ആരാണ് ചരണം തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിയ കാര്യം ആക്കാതെ പിന്നെ വരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എന്തോ സംസാരങ്ങൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ സംസാരമൊക്കെ ആയെന്നാണ് പറഞ്ഞത്. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ എനിക്ക്, അല്ലെങ്കിൽ നാളെ എന്തായാലും ഇതൊരു ടോക്ക് വരും. സോ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നവും ഇതൊന്നുമില്ല, അടിയും വഴക്കും അങ്ങനെയൊന്നുമില്ല. അതാണ് കാര്യം. ഞാൻ ബെല്ലാരി കയറുന്നു. ഈ ടോപ്പിക്ക് വിടുന്ന ബ്രോ, ഈ ടോപ്പിക്ക് വിടുന്നതല്ല. ഞാനിതൊന്ന് ക്ലിയർ ചെയ്യണ്ടേ, എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് തരണ്ടേ നിങ്ങൾക്ക്. പ്രശ്നമൊന്നുമല്ല കേസ്, ഇത് പ്രശ്നമൊന്നുമല്ല. ഇത് വേറെ ഇഷ്യൂവും കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്, മനസ്സിലായി. അടിയും വഴക്കും അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, മനസ്സിലായി. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സീനിൻ്റെ പുറത്ത് അവർക്കിടയിലുള്ള ചെറിയ എന്തോ ഇത് വെച്ചിട്ട് അവൻ ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്തതാണ്. അല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായില്ലേ. വേറെ പ്രശ്നമുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത്.